ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ടെറസിൽ കപ്പ നടീൽ പണിയിലാണ്. എല്ലാവരുടെ വീട്ടിലും അരിച്ചാക്കുണ്ടാവുമല്ലോ. അതിനായിട്ട് പ്രത്യേക പൈസയൊന്നും മുടക്കേണ്ട ആവശ്യമില്ല. ചാക്കിൻ്റെ അടിഭാഗം ഹോൾസ് ഇടണം, വെള്ളം വാർന്നു പോകാൻ വേണ്ടിയാണ്. കരിയില ഇട്ടാണ് കപ്പ നടുന്നത്. തോട്ടം അടിച്ച് വാരി കരിയില സ്വരൂപിക്കണം. തോട്ടവും വൃത്തിയാവും, നമുക്കാണെങ്കിലോ കരിയിലയും കിട്ടും. കരിയില നല്ലൊരു വളവും കൂടിയാണ്. ചാക്കിലോട്ട് കുത്തി കുത്തി നിറക്കണം. ടെറസിൽ കൊണ്ടുപോകണമെങ്കിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇറങ്ങി വരാൻ പറ്റില്ലല്ലോ. കുത്തി നിറച്ച് ഒരു ബക്കറ്റിൽ മണ്ണും എടുക്കണം. കരിയില ഇടണം, ഇടയ്ക്ക് മണ്ണിടണം. അതിന് ബക്കറ്റിൽ മണ്ണും നിറച്ച് താഴ്ന്ന് മണ്ണ് നിറച്ച് മേലോട്ട് കൊണ്ടുപോകണം. നല്ല ആരോഗ്യമുള്ളൊരു കമ്പെടുക്കാൻ ശ്രദ്ധിക്കണം. കപ്പ നടുമ്പോൾ രണ്ടറ്റവും വൃത്തിയാക്കണം. ആക്സോളേഡ് എടുത്ത് വൃത്തിയാക്കുന്നതാണ് നല്ലത്. രണ്ടറ്റവും വൃത്തിയാക്കി അതും കൂടെ മുകളിലേക്ക് കൊണ്ടുപോകണം. മുകളിലെത്തി ചാക്കിൽ കരിയില നിറച്ച് അതിൻ്റെ മേലെ മണ്ണിട്ട് വീണ്ടും കരിയില നിറക്കണം. കപ്പ നടുന്നത് കൊണ്ട് നന്നായിട്ട് വേണം. കരിയിലയും മണ്ണും നിറയെ ഇടണം, ചാക്ക് നിറയെ. പിന്നീട് നമുക്കൊന്നും ഇടാൻ പറ്റില്ലല്ലോ. കരിയില കുത്തി നിറച്ച് മേലെ മണ്ണിട്ട് നല്ല വളക്കൂറുള്ള മണ്ണാണിത്. നിറയെ മണ്ണിട്ട് എല്ലാ സ്ഥലത്തും ഒന്ന് പരത്തിയിടണം. നട്ടങ്ങ് പോയാൽ പറ്റില്ല കേട്ടോ, ഇടയ്ക്കൊക്കെ നനച്ച് കൊടുക്കണം. കമ്പ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മേൽഭാഗം മുള വരുന്ന ഭാഗം മേലോട്ടാക്കി തന്നെ ശ്രദ്ധിച്ച് നടണം. കപ്പ നടുന്ന കർഷകർക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ഇത് എന്നെ പോലെയുള്ള സാധാരണക്കാർക്ക് കപ്പ നടാൻ എളുപ്പമാർഗം പറഞ്ഞു തരുന്നതാണ്. വ്യവസായ അടിസ്ഥാനത്തിൽ കപ്പ നടുന്നവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു പുച്ഛായിരിക്കും. എന്നാലോ അവനവൻ്റെ പൂതിക്ക് ഒരാഗ്രഹത്തിന് വേണ്ടി നടുന്നവർക്ക് വേണ്ടിയിട്ടായത്. മേലെ കുറച്ച് മണ്ണും ഇട്ട് അതിൻ്റെ മേലെ വീണ്ടും നമ്മൾ കരിയില ഇടുക. എന്നാൽ നനച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ അവിടെ വെള്ളം ഒരു നനവുണ്ടാവും. ടെറസിൻ്റെ മേലെ ആയതുകൊണ്ട് എപ്പോഴും വന്ന് നനക്കാൻ കഴിയില്ലല്ലോ. കപ്പയായതുകൊണ്ട് മറ്റ് പച്ചക്കറികൾ നനക്കും പോലൊന്നും നനക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് നനച്ചാൽ മതി. ടെറസിൻ്റെ മേലെ ആയതുകൊണ്ട് നമുക്ക് പെരിച്ചായി അതിനൊന്നും പേടിക്കണ്ട. ഇതാ ഞാൻ കുറച്ചും കൂടെ ഒക്കെ നട്ടിട്ടുണ്ട്. ഇത് എൻ്റെ 1 മാസം മുമ്പ് നട്ട കപ്പയാണ്. ഇപ്പം പോയി നോക്കുമ്പോൾ കാട് പിടിച്ചിന്. മഴ പെയ്തത് കൊണ്ട് കുറേയൊക്കെ പുല്ലും എല്ലാ ഭാഗവും വൃത്തികേടായി പോയിട്ടുണ്ട്. ഒക്കെ ഒന്ന് വൃത്തിയാക്കുക. നമ്മൾ കപ്പ നട്ട് കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കാണ്ടെന്നാൽ എലി പെരിച്ചായി അവർക്കൊക്കെ നല്ല സുഖമാണ് കയറിക്കൂടാൻ. എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കൊന്നും വേണ്ട. എന്നാലും ഇടയ്ക്ക് പോയി ശ്രദ്ധിച്ച് മണ്ണൊക്കെ ഇട്ട് കളയെല്ലാം പറിച്ച് വൃത്തിയാക്കിയാൽ ഇത് നടുമ്പോൾ അടിയിൽ നല്ല കരിയില ഇട്ടിണ്. കണ്ടില്ലേ, എൻ്റെ കപ്പ നല്ല നന്നായിട്ടുണ്ട്. 1 മാസമേ ആയിട്ടുള്ളൂ. 1 മാസം ആകുമ്പോഴേക്കും കപ്പ ഇത്രയും വലിപ്പമായിട്ടുണ്ട്. നിലത്ത് നടുന്ന അത്ര അങ്ങോട്ട് ടെറസിൽ ഉണ്ടാവില്ല കേട്ടോ. നല്ല വിസ്താരത്തിൽ കപ്പ കിട്ടണേ നിലം തന്നെ വേണം. അതില്ലാത്തവർക്കാണ് ഞാൻ ടെറസിൽ നടുന്നത് കാണിച്ചു തരുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.